ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ സുധീഷും രാജീവനും കണ്ടുമുട്ടുകയാണ് കേട്ടോ. അതും വളരെ യാദൃശികമായിട്ട്. അങ്ങനെ അവരൊരുമിച്ച് കാറിൽ പോവാണ്. അതായത് സുധീഷ് രാജീവിനെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ, രാജീവിൻ്റെ കമ്പനിയിലേക്ക്. ആ സമയത്ത് അവർ സംസാരിക്കുന്നുണ്ട്. സുധീഷാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാണ് കേട്ടോ. കിട്ടിയ അവസരമല്ലേ മുതലാക്കണ്ടേ. രാജീവനാണെങ്കിൽ വളരെയധികം ദേഷ്യവും പകയും ഒക്കെ ഉണ്ട്. അത് സംസാരത്തിലും മുഖത്തിലൊക്കെ കാണുന്നുണ്ട്. സുധീഷാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ സാർ, കല്യാണ സുന്ദർ സാറിനൊക്കെ എന്നെ വലിയ കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ വരെ ഞാനുണ്ടായിട്ട് സംസാരിച്ചില്ലേ, അതാണ്. ഞാൻ അത്രയ്ക്ക് മോശമൊന്നുമല്ല. അത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, വായടക്കടാ, എന്നിട്ടാണോ എട്ടും പൊട്ടും തിരാത്ത എൻ്റെ മകളെ നീ വലയിലാക്കിയത്? അത് കേട്ടപ്പോൾ ഒന്ന് പുച്ഛിച്ചിട്ട് അവൻ പറയുന്നുണ്ട്, 21 വർഷം നിങ്ങൾ വളർത്തി വലുതാക്കിയ മകള് ഞാൻ 2 വാക്ക് പറയുമ്പോഴേക്കും അതിൽ വീഴാൻ എന്താ അത്രയും വീക്കാ? അത് കേട്ടപ്പോൾ രാജീവിന് ഒന്നും പറയാനില്ല കേട്ടോ തിരിച്ച്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അവൾ ഞങ്ങളെ കൂടെ ഭയങ്കര ഹാപ്പിയാണ്. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ കണ്ടതല്ലേ, എൻ്റെ കൂടെ മാത്രമേ അവൾ വരുള്ളൂ എന്ന്. അവളെ എനിക്ക് സംരക്ഷിക്കാനും അറിയാം, ഞാൻ പൊന്നു പോലെയാണ് അവളെ നോക്കുന്നത്. അത് കേട്ടപ്പോൾ രാജീവ് അധിക പുച്ഛത്തോടു കൂടി പറയുന്നുണ്ട്, നീയോ, അതിന് നിൻ്റെ കയ്യിൽ എന്താടാ ഉള്ളത്? വെറുതെ വാചകടിക്കല്ലേ. അത് കേട്ടപ്പോൾ സുധീഷ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ കല്യാണം കഴിഞ്ഞിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നല്ലോ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ. അന്ന് ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? ഇല്ലല്ലോ. ആ, അതാണ് അതിൻ്റെ രഹസ്യം. അവൾക്ക് എന്നെ അത്രയും ഇഷ്ടം, അവളെന്നെ അധികം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ അവൻ തള്ളി വിടുകയാണ് കേട്ടോ. സത്യം എന്താന്ന് രാജുവിന് അറിയില്ലല്ലോ. സത്യക്ക് ഒരു നാൾ അറിയുന്ന ദിവസം എന്തായിരിക്കും സുധീഷിൻ്റെ അവസ്ഥ, നമുക്ക് നോക്കാം. വീണ്ടും സുധീഷ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജീവിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. തള്ളാൻ പിന്നെ ബെസ്റ്റ് ആണല്ലോ. തള്ളൽ പിന്നെയും തീർന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിങ്ങളെ മകൾ എന്നെ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? എൻ്റെ പേഴ്സണാലിറ്റി, പിന്നെ എൻ്റെ ടൈമിങ്, എൻ്റെ ബോഡി, എൻ്റെ പങ്ക്ച്വാലിറ്റി, എൻ്റെ ക്യൂട്ട്നെസ് എക്സെട്ര. അത് കേട്ടപ്പോൾ ഭാസ്കരൻ നന്നായിട്ട് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ഭയങ്കര ഓവറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. രാജീവാണെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകളുടെ വീക്ക്നെസ്സിൽ പിടിച്ച് കയറിയിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയതല്ലേ നീ. അവൾക്ക് മനസ്സിലാവും നീ ഒരു പരനാറയാണെന്ന്. ആ നിമിഷം എൻ്റെ മകൾ എന്നെ തേടി വരും. അന്ന് നിനക്ക് എന്താണുള്ളത്? അന്ന് നീ വട്ടപൂജയായിട്ടിരിക്കും, ഓർത്തോ. അത് കേട്ടപ്പോൾ അവൻ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാറൊക്കെ ഇത് സ്വപ്നം കണ്ടിരിക്കുകയാണോ? എന്താ ചെയ്യുക, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല സാറേ. അന്ന് പോലീസ് സ്റ്റേഷനിൽ സാറ് അവളുടെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ, എന്നിട്ട് അവൾ എൻ്റെ കൂടെയല്ലേ വന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അവൾക്കറിയാം ആരാണ് അവളെ പൊന്നു പോലെ നോക്കുക എന്നുള്ളത്. പിന്നൊരു കാര്യം, നിങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടിയതിനേക്കാൾ ഫ്രീഡം അവൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതവൾ എൻജോയ് ചെയ്യുന്നുമുണ്ട്. പിന്നെ നിങ്ങളെ കാണുമ്പോഴുള്ള സങ്കടം മാത്രമേ അവൾക്കുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിൽ അവൾക്കൊരു കാലത്ത് സങ്കടപ്പെടേണ്ടി വരില്ല. എന്തായാലും നിങ്ങൾ എൻ്റെ മുന്നിൽ ദൈവം കാണിച്ചിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും നന്നായി. അതുകൊണ്ടെന്താ, നിങ്ങളുടെ മകളെ ഞാൻ പൊന്നു പോലെയാണ് നോക്കുന്നതെന്നും അവൾക്ക് നിങ്ങളെക്കാൾ വലുത് ഞാനാണെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റി എന്നൊക്കെ അവനിങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അവൾ എൻ്റെ ഒരേ ഒരു മകളാണ്. എൻ്റെ സ്വത്തിൽ പകുതിയും അവൾക്കുള്ളതാ. അത് കണ്ടിട്ടല്ലേ നീ അവളുടെ പിറകെ പോയതും അവളെ തട്ടിക്കൊണ്ടു പോയതും. അത് കേട്ടപ്പോൾ സുധീഷ് വീണ്ടും ചിരിക്കുകയാണ്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അവൾ എന്തായാലും എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു വരും. അന്ന് തുടങ്ങും നിന്റെ കഷ്ടകാലം, നോക്കിക്കോ എന്ന് രാജീവ് ക്രൂരഭാവത്തോടു കൂടി പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ അവൻ. സാർ എന്താ പറഞ്ഞോടത്ത് തന്നെ പറഞ്ഞെത്തുന്നേ? ഞാൻ പറഞ്ഞില്ലേ സാർ, അവൾ സാറിൻ്റെ അടുത്തേക്ക് വരില്ല, ഉറപ്പാണ്. അന്ന് അവൾ കല്യാണം കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് വന്നില്ലേ, എന്നിട്ട് അവളുടെ സർട്ടിഫിക്കറ്റ് ഫുൾ സാറ് കത്തിച്ചില്ലേ, അന്ന് അവളുടെ മനസ്സിൽ നിന്ന് സാറ് പോയതാ. അതുകൊണ്ട് ഒരിക്കലും അവൾ സാറെ തേടി വരില്ല, ഇതെൻ്റെ ഉറപ്പാ. പിന്നെ നിങ്ങളുടെ സ്വത്ത് അത് ഞാൻ മോഹിച്ചിട്ടില്ല, എനിക്ക് അതിലും വലുതാണ് നിധി. ഒരു പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവൾ ഈ സ്വത്തിൻ്റെ പേരിൽ കോടതി കയറിയാലേ പകുതി സ്വത്ത് അവൾക്ക് കിട്ടും. അവൾക്ക് കിട്ടിയ എനിക്ക് കിട്ടും. അപ്പം ഞാൻ ആരാ? നിങ്ങളുടെ വീട്ടിൽ വെറും ഡ്രൈവറായി വന്ന ആൾ നിങ്ങളുടെ സ്വത്തിൻ്റെ പകുതി ആസ്വദിക്കുന്നു, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് അവൻ രാജീവിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ മകളെ നിങ്ങൾ പുറലോകം കാണിക്കാതെ വളർത്തിയോണ്ടേ എനിക്ക് വിലമതിക്കാനാവാത്ത നിധിയാണ് കിട്ടിയത്. അതിലെനിക്ക് നന്ദിയുണ്ട് സാറേ. ഒടുവിൽ രാജീവിന് സൈ കെട്ടിട്ട് രാജീവ് പറയുന്നത്, മതിയടാ നിർത്ത്. അവളിപ്പോൾ നിൻ്റെ കൂടെയുള്ള അഹങ്കാരല്ലേ, അവൾ എൻ്റെ മകളാ. ഒരിക്കൽ അവൾ നിന്നെ വലിച്ചെറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും, അന്ന് തീരും നിൻ്റെ അഹങ്കാരം, നീ ഓർത്തോ. നിങ്ങൾ ഈ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ സാറേ? അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അവൾ നിധി രാജീവായിരുന്നില്ലേ, പക്ഷേ ഇപ്പോൾ അവൾ നിധി സുധീഷാണ്. അതുകൊണ്ട് അവൾ എന്തായാലും വരില്ല. അത് കേട്ടപ്പോൾ രാജീവിന് വല്ലാത്തൊരു തരം ദേഷ്യം നിറയാണ് കേട്ടോ. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, കാണണോ നിനക്ക്, അതൊരു വല്ലാത്തൊരു വെല്ലുവിളിയായിരുന്നു. സുധീഷ് അത് തമാശയ്ക്കാണ് എടുത്തത്, പക്ഷെ രാജീവ് തമാശയ്ക്കല്ല, നല്ലൊരു വെല്ലുവിളി തന്നെയാണ് അവിടെ നടന്നത്. രാജീവിൻ്റെ കണ്ണുകളിൽ സുധീഷിനെ കത്തിയിരിക്കാനുള്ള ക്രോധം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്,
നിനക്ക് കാണണോ, വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ അവൾ എൻ്റെ വീട്ടിലിരിക്കും, അവൾ എൻ്റെ മകളാ, എനിക്ക് നന്നായിട്ട് അറിയാം, നീ നോക്കിക്കോ, ഇതെൻ്റെ വെല്ലുവിളിയാന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പോഴേക്ക് സുധീഷ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ ഒരു 3 സത്യം കൂടെ പറഞ്ഞൂടെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സിനിമ ഡയലോഗായി, സത്യമോ സത്യമോ സത്യം എന്ന് പറഞ്ഞിട്ട് അവനാർത്ത് ചിരിക്കുകയാണ്. രാജീവിന് അതോടുകൂടി ഭയങ്കര ദേഷ്യം വരികയാണ്. എന്നിട്ട് കാറ് നിർത്തണ നായെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സുധീഷ് കാർ നിർത്തുന്നുണ്ട്. രാജീവ് നിർത്തിയ പാടെ തന്നെ സുധീഷിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് ഡോറ് തുറന്നിട്ട് അവനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് വന്നിട്ട് കോളർ പിടിക്കാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ പറയുന്നത് ഇത്രയും നേരം ഞാൻ കേട്ടു നിന്നു, എന്നാ കേട്ടോ, കറക്റ്റ് 7 ദിവസത്തിനുള്ളിൽ നിധി എൻ്റെ വീട്ടിലിരിക്കും, നിനക്ക് കാണണോ. അപ്പോഴും സുധീഷ് ഒരു തരം പുച്ഛത്തോടെയാണ് നിൽക്കുന്നത്. ഒരിക്കലും നിധി പോവില്ലെന്നാണ് അവൻ്റെ വിചാരം. പക്ഷെ രാജീവ് രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് മുതൽ 7 ദിവസം അതിനുള്ളിൽ നിന്നുപേക്ഷിച്ച് അവൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും. അതുറപ്പിക്കാൻ രാജുവിന് ഒന്നിൻ്റെ ആവശ്യമില്ല. പന്നിത്തീട്ട മണക്കുന്ന കുപ്പിയിലെ പുഴുവാണ് നീ. അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ അത്രയും നേരത്തെ ഫേസ് മൊത്തത്തിൽ മാറുകയാണ് കേട്ടോ. അവനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. രാജീവിനെ അടക്കാൻ വന്നതിന് നീ അനുഭവിക്കൂടാ. വെറും 7 ദിവസം, നിധി നിന്നെ ഇറക്കി വിടുന്ന ആ ദിവസം നീ നരകയാതന അനുഭവിക്കാൻ പോവാടാ. ഈ കാറിൽ നിന്ന് നീ എന്നോട് പറഞ്ഞതിനും പൊട്ടി ചിരിച്ചതിനും നീ മരണം വരെ ദുഃഖിക്കടാ, ഓർത്തോ എന്നും പറഞ്ഞ് അവനെ കാറിലേക്ക് ജസ്റ്റ് ഒന്ന് തള്ളിയിട്ട് പോവാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി. രാജീവ് പോയതും സുധീഷ് കുറച്ച് നേരം ഒരു ചിന്തയിലൊക്കെ നിന്നിട്ട് വീണ്ടും കാറിലേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് നിധിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കോൾ എടുത്തപ്പം അവൻ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യുന്നത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ പഠിക്കുകയാണെന്ന്. അപ്പോൾ അവൻ മനസ്സിൽ പറയുന്നുണ്ട്, ഓ ഏത് നേരം പഠിത്തം മാത്രം. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്നൊരാളെ കണ്ടു. അതും പറഞ്ഞ് അവൻ അവളെ ഒരുപാട് കളിപ്പിച്ചു കേട്ടോ. ഒടുവിൽ അവൻ ക്ലൂ കൊടുത്തു. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛനാണോ? അതെ അതെ, നിൻ്റെ അച്ഛനെ കണ്ടു. ഓ എന്തൊരു തെറിയായിരുന്നു, ഞാനൊന്നും പറഞ്ഞില്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, നല്ലോണം ചീത്ത വിളിച്ചോ? പിന്നല്ലാതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും. ഹോ, ഇപ്പോഴും എനിക്ക് ആ ഹാങ് ഓവർ പോയിട്ടില്ല. നിൻ്റെ അച്ഛനെ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛനെങ്ങനെ കണ്ടത്? അതെ, എനിക്കൊരു ആളെ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അയാളുടെ ഫ്രണ്ടാണ് പോലും നിൻ്റെ അച്ഛൻ. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് ഈ വണ്ടിയിൽ കയറുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. ആകെ പെട്ടു എന്ന് പറയാലോ. നിൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ തൊട്ട് ദേഷ്യം. പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല കേട്ടോ. ഞാൻ മിണ്ടാതിരുന്നു, എല്ലാം കേട്ട് നിന്നു. കുറേ വെല്ലുവിളിയൊക്കെ നടത്തി നിൻ്റെ അച്ഛൻ. അതൊക്കെ ഇങ്ങനെ പറയാണ് അവൻ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സോറി സുധീഷ്, ഞാൻ കാരണം വീണ്ടും ചീത്ത കേൾക്കേണ്ടി വന്നല്ലേ, സോറി കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഒന്നും സാരല്ലടോ, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്, എങ്കിലും ചെറിയൊരു വിഷമം. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. എനിക്കും നിൻ്റെ അച്ഛനാണല്ലോ. അതിലവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ അവൻ വേഗം ട്രാക്ക് മാറ്റിയിട്ട് പറയുന്നുണ്ട്, അല്ല നിനക്ക് എൻ്റെ വീട്ടുകാർ പ്രിയപ്പെട്ടതല്ലേ, നീ അവരങ്ങനെയല്ലേ നോക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണേ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്തായാലും കേൾക്കാനുള്ളതൊക്കെ കേട്ടു, അത്ര തന്നെ. അല്ല നിനക്ക് നിൻ്റെ അച്ഛനെ കാണണോ? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തിന്, എനിക്കൊന്നും കാണണം, എന്നെ കാണണ്ടെന്ന് പറഞ്ഞ ആൾ ഞാനെന്തിന് കാണണം? അങ്ങനെയൊക്കെ അവൾ പറയാൻ കേട്ടോ. അങ്ങനെ അവൾ പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ വണ്ടിയിൽ കയറാഞ്ഞാൽ മതിയായിരുന്നു. ഛേ, എങ്ങനെ നിങ്ങളുടെ വണ്ടിയിൽ തന്നെ അച്ഛൻ കറക്റ്റായിട്ട് കയറി? എന്തായാലും ഇനി നിങ്ങൾ കാണാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. പ്രതീക്ഷയാണെങ്കിൽ ഇതൊക്കെ ഏറ്റു, ആദ്യത്തെ ആണിയടിക്കൽ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് അവൻ ചിരിച്ചുകൊണ്ട് വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ, താങ്ക് യു.